മകളെ പുറത്താക്കി സ്കൂളിലെത്തി വഴക്കിട്ട് നടി കാജോൾ. സ്വാധീനവും വില പോയില്ല. പുറത്തു വന്ന വിവരം ഇങ്ങനെ: താരങ്ങളുടെ പാതയിലൂടെ മക്കളും ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് സിനിമാ ലോകത്ത് പതിവ് കാഴ്ചയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ബോളിവുഡ് നടിയാകാനുള്ള താരപുത്രിയാണ് നൈസ ദേവ്ഗൺ. സൂപ്പർ താരങ്ങളായ അജയ് ദേവ്ഗണിന്റെയും കജോളിന്റെയും മകളാണ് നൈസ. സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ധാരാളം ആരാധകരെ നേടിയെടുത്തിട്ടുണ്ട് നൈസ. താരപുത്രിയുടെ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട്. നിലവിൽ സ്വിറ്റ്സർലാൻഡിൽ പഠിക്കുകയാണ്. നേരത്തെ സിംഗപ്പൂരിലായിരുന്നു നൈസ പഠിച്ചിരുന്നത്. ഇതിനിടെ ഇപ്പോഴിതാ നൈസയുടെ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ചൊരു കഥ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. സിംഗപ്പൂരിൽ പഠിക്കുന്ന സമയത്ത് നൈസ സ്കൂളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും തുടർന്ന് താരപുത്രിയെ സ്കൂളിൽ നിന്നും പുറത്താക്കിയെന്നുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മകളെ പുറത്താക്കിയതിന് കാജോൾ സ്കൂളിലെത്തി പ്രശ്നമുണ്ടാക്കിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ആരുടെയും പേര് പരാമർശിക്കാതെയുള്ള ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയ ചർച്ചകളുടെ ഉറവിടം. 1 വർഷം മുമ്പ് സിംഗപ്പൂരിലെ ഡോവറിലെ ഇന്റർനാഷണൽ സ്കൂളിൽ പ്രശ്നമുണ്ടാക്കിയതിന് താരപുത്രിയെ പുറത്താക്കിയെന്ന് ചില ഇന്ത്യക്കാരിൽ നിന്നും അറിഞ്ഞു. കാശുകാരായ റഷ്യക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. ആ നടി സിംഗപ്പൂരിലേക്ക് വരികയും സ്കൂളിൽ വന്ന് പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു. പക്ഷേ അവരുടെ സ്വാധീനമൊന്നും വില പോയില്ല. മകളെ സ്കൂളിൽ നിന്നും പുറത്താക്കുക തന്നെ ചെയ്തു. അവിടുത്തെ ഇന്ത്യക്കാർക്കെല്ലാം ഇതറിയാം എന്നായിരുന്നു പോസ്റ്റ്. പിന്നാലെ സോഷ്യൽ മീഡിയ ആ താരപുത്രി നൈസയാണെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തുകയായിരുന്നു. സിംഗപ്പൂരിൽ പഠിച്ച ഒരേയൊരു താരപുത്രി നൈസയാണെന്ന് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്ന സംഭവമാണിതെന്നും സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. ഈ സമയത്ത് വിമൽ ദേവ്ഗൺ അവിടെ സ്വന്തമായൊരു അപ്പാർട്ട്മെന്റ് തന്നെ വാങ്ങിയിരുന്നുവെന്നും സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ടാലും വീട്ടിലിരുന്ന് പഠിക്കാനും പരീക്ഷ എഴുതാനും സാധിക്കും. അങ്ങനെയാകും നൈസ പാസ്സായതെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. എന്താണ് പുറത്താക്കാനുള്ള കാരണമെന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട്. സഹപാഠികളോട് മോശമായി പെരുമാറിയതോ ആകാം പുറത്താക്കലിന്റെ കാരണമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്.